കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ഗണഗീതം തടഞ്ഞ സംഭവം ക്ഷേത്രങ്ങൾ RSSന്റെ ഓഫീസ് അല്ലല്ലോ എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ചോദിച്ചു. RSSന് വിശ്വാസികളുമായി എന്തു ബന്ധമെന്നും ഗണഗീതം RSSന്റെ ഓഫീസിൽ പാടിക്കോ ക്ഷേത്രങ്ങളിൽ പാടിയാൽ ജനങ്ങൾ തടയുമെന്നും KK രാഗേഷ് പറഞ്ഞു. ക്ഷേത്രങ്ങൾ RSSന്റെ ഓഫീസല്ലല്ലോ, RSSന്റെ ഓഫീസല്ലല്ലോ ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ ഇടാണ്. RSSന് വിശ്വാസമായിട്ട് എന്താ ബന്ധം? RSS വിശ്വാസിയുടെ കൂടെയാണ്. വിശ്വാസിയുടെ കൂടെയാണെങ്കിൽ ലോകങ്ങളുടെ ഏറ്റവും വലിയ രാമഭക്തനല്ലേ മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി എന്തിനാണ് കൊലപ്പെടുത്തിയത്? ചുണ്ടിലെപ്പോഴും രാമമന്ത്രല്ലേ മഹാത്മാഗാന്ധിയുടെ. ഗാന്ധിജിയെ കൊന്നെന്തിനാ? വിശ്വാസമില്ലാത്തതുകൊണ്ട്. RSS ചെയ്യുന്ന എന്താ? അവര് വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ RSS ഏതെങ്കിലും വിധത്തിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയല്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയായിരുന്നുവെങ്കിൽ ശബരിമലയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോ RSSന്റെ വക ഒരു അയ്യപ്പ സംഗമം നടത്തിയില്ലേ? അതില് സന്യാസി വേഷധാരിയായ RSSകാരൻ നടത്തിയ പ്രസംഗം എന്താ? വാവര് സ്വാമി തീവ്രവാദിയാണ്. അത് വിശ്വാസമാണോ? വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത ഉണ്ടാക്കുക, ആ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജാതി ഉപജാതി സഖ്യങ്ങളെ വർഗീയമായി ഉപയോഗിക്കുക രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി. അതല്ലേ ചെയ്യുന്നത്. വിശ്വാസമായിട്ട് എന്താ ബന്ധം? RSSന് വിശ്വാസമായിട്ട് ഒരു ബന്ധമില്ല. വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗണഗീതം RSSന്റെ ആഫീസ് പാടിക്കൊള്ളുക. അല്ലാണ്ട് ക്ഷേത്രത്തിൽ പാടാൻ വേണ്ടി പുറപ്പെട്ടാൽ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും നാട്ടിൽ. അതെ, ശാഖയിൽ അത് ആഫീസിന്റെ ഭാഗമാണല്ലോ. ശാഖയും അല്ല, ക്ഷേത്രത്തിനകത്ത് ഇപ്പം വിപ്ലവ ഗാനങ്ങൾ പാടുക എന്നുള്ളതല്ലല്ലോ. കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിങ്ങൾ നോക്കൂ. എന്താ കേരളത്തിന്റെ ക്ഷേത്രങ്ങളുടെ പാരമ്പര്യം?